എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തറ MTVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെ 5ഓളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. രാവിലെ 9 തൊട്ട് 11 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയാണ്. അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ കോളോ ടിപ്പോ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഡീറ്റെയിൽ വ്യൂ അനലൈസിംഗ് ആണ്. അപ്പോൾ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, ടെൻഷൻ ട്രേഡ് എടുക്കുന്നവർ, മോർണിംഗ് പ്രോഫിറ്റ്, ഈവനിങ് ലോസ്, അപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം. ഏവർക്കും സ്വാഗതം. നമുക്ക് മുമ്പോട്ട് പോകാം. അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം, മനസ്സിലാക്കാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് വ്യൂവിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോഴാണ് ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഹൈ വോളിയാണ് മാർക്കറ്റിൽ ജനറേറ്റ് ചെയ്യണേ. വിത്തിൻ 1 or 2 ക്യാൻഡിൽ മാർക്കറ്റ് 369 പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ഓരോ ക്യാൻഡിലും വന്ന് പറയുന്ന ലെവൽ വെച്ചിട്ടാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ എത്ര പോയിൻ്റായി? നമ്മൾ താഴത്തുനിന്ന് എവിടെയൊക്കെ കയറിയതാട്ടോ. അത് ഇങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ക്യാൻഡിൽ ഫോം ചെയ്തപ്പോഴും നമ്മൾ പറഞ്ഞു അത് വിശ്വാസമല്ല. ഈ ലാസ്റ്റ് 1 ക്യാൻഡിൽ ഫോം ചെയ്തപ്പോഴും പറഞ്ഞു നമുക്കതൊരു വിശ്വാസമല്ല എന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഹൈ വോളിയം മാർക്കറ്റ് ജനറേറ്റ് ആണ്, സിംഗിൾ ക്യാൻഡിലോ 3 ക്യാൻഡിലോ. ഇനിയിപ്പോൾ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് 300 വേറെ ഇവിടെ സ്പേസ് ഒന്നും ഇനി ഇല്ല. ഇനി പോകാനുള്ള സ്പേസ്, റിജക്ഷൻ അടിക്കാനുള്ള സ്പേസ് 369 മാത്രമേ ഉള്ളൂ. അത് ഒറ്റയടിക്ക് പോവോ ചെറിയ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഒരു ഡൗട്ടുള്ളൂ. അപ്പോൾ എനിവേ, അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ സിയിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇവിടെ നിന്ന് ഉള്ള മൂവ്മെൻറ്റ് കിട്ടുമെങ്കിൽ കിട്ടട്ടെ. അത് അഡീഷണലായിട്ട് നമുക്ക് സെക്കൻഡ് സ്ക്രീനിൽ നോക്കാം. ഇവിടെ ഞാനൊരു എൻട്രി പ്ലാൻ ചെയ്യുന്നുണ്ട്. സിയിൽ ഒരു ലോങ് ഹോൾഡിംഗ് ആണ് പ്ലാൻ ചെയ്യുന്നത്. അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്ത് ആ ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത ടൈമിലാണ് ഞാൻ എൻട്രി എടുത്തത്. വെയിറ്റ് ചെയ്ത് 10:10 ഒരു എൻട്രി എടുത്തത്. ആ എൻട്രി ആദ്യത്തെ റിജക്ഷൻ 131 ആണ്. 131 ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 252, 164, 170, 187 മാർക്കറ്റ് വൈകുന്നേരത്തോടു കൂടി മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ആവറേജിങ് എവിടെ ചെയ്യാനായിട്ടുള്ള ഉദ്ദേശം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 369 പി എത്തുമ്പോൾ വല്ല ആവറേജിങ് നോക്കാം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സിയിൽ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് പി കോൺസെൻട്രേഷൻ ചെയ്യാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഹൈ വോളിയം ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം ഒറ്റയടിക്ക് 369 പോകും. അപ്പം അവിടെയും ഒരു കണ്ണ് വേണം. അപ്പോൾ നമ്മൾ സിയിൽ എൻട്രി ഓൾമോസ്റ്റ് ആവറേജിങ്ങിന് എടുത്തിട്ടിരിക്കുകയാണ്.
പക്ഷെ പിയിൽ 369 മൂവ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. മനസ്സിന് അത്രയധികം ഒരു എക്സ്പെക്റ്റേഷൻ ഉള്ളൊരു മൂവാണ് 369 എന്നുള്ളത്. 351, 52 അത് സിംഗിൾ ക്യാൻഡിലോ 2 ക്യാൻഡിലോ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം അത് അടുത്ത ക്യാൻഡിലും കൂടെ നോക്കാം എത്തൂല്ല എന്നുള്ള കാര്യം. പിന്നെ ഈ ഡി കെ വരുമ്പോഴത്തേക്കും ചെറിയൊരു വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഞാൻ സിയിൽ ഒരു എൻട്രി എടുത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡി കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മുട്ടാതെ വരും. ചില സമയത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ മുട്ടും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസമെങ്കിലും നമ്മളൊരു എന്താ ഒരു എൻട്രി സിയിൽ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കാരണം പിയിൽ മുട്ടണമെങ്കിൽ 369 370 ഷാർപ്പ് 370 ഷാർപ്പ് എൻഡാണ്. 370 മുട്ടിക്കഴിഞ്ഞാൽ അത് നേരെ തിരിച്ച് താഴത്തോട്ട് വരുമ്പോൾ സി കോസ്റ്റ് ടു കോസ്റ്റ് ആയാലും നമുക്ക് പ്രോഫിറ്റിലെടുത്ത് മാറാമല്ലോ. ഹെഡ്ജ് ചെയ്യുന്ന പരിപാടി ചെയ്യാം അവിടെ. സി 127 നിൽക്കുന്നത്, അത് ശരിയാണ്. അപ്പോൾ നമുക്ക് സി 300 ഇതുള്ളൂ. നമുക്ക് സിയുടെ സ്ട്രൈക്ക് മാറ്റാം. അതൊരു നല്ല ഐഡിയ ആണ്, ഞാനത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്ക് നമുക്ക് 50ൻ്റെ 23,450 ഇതിൻ്റെ സ്ട്രൈക്ക് വലിയ ഡെൽറ്റ വാല്യൂ നമുക്ക് നോക്കാം. ഡെൽറ്റ വാല്യൂ നോക്കുമ്പോൾ നല്ല റേറ്റ് വരും സ്ട്രൈക്കിനൊക്കെ. 23,200ൻ്റെ സ്ട്രൈക്കൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 362 റേഞ്ച് വരും. അതൊന്നും താങ്ങത്തില്ല നമുക്ക്. പിന്നെ നോക്കാൻ പറ്റുന്നത് ഞാൻ ഒ ഐ കൂടെ ഒന്ന് നോക്കിയേക്കാം. ഒ ഐ നോക്കിയിട്ടൊരു സ്ട്രൈക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. 23,500ൻ്റെ സ്ട്രൈക്ക് അത് കയറി പോവുകയും ചെയ്തു. ഇത് തന്നെ ഉള്ളൂ അത്യാവശ്യം മൂവ് കിട്ടാൻ. അവിടെ കിടക്കട്ടെ. അത് ഓൾറെഡി ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. നമ്മളെടുത്തത് 126 ഭാഗത്തായിരുന്നു. ആ സമയം കൊണ്ട് 135 ഭാഗത്തേക്ക് അത് ഹിറ്റ് ചെയ്തു. 135 ചെറിയൊരു ട്രിഗർ നമ്മൾ പറഞ്ഞു വെച്ചേച്ചതാണ്. ഇനിയുള്ളത് 152. നമ്മളെടുത്ത എൻട്രി കറക്റ്റായിരുന്നു. ആ കറക്റ്റ് നമ്മൾ സ്ട്രൈക്ക് മാറ്റാൻ വേണ്ടി എക്സിറ്റ് ആയതുകൊണ്ടല്ല. അല്ലായിരുന്നെങ്കിൽ നമുക്ക് അത്യാവശ്യം 10 പോയിന്റിന് മേലെ അതിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് കിട്ടിപ്പോയേനെ. ഇപ്പം നമ്മുടെ സിയുടെ ട്രേഡ് ഓൾമോസ്റ്റ് ആദ്യത്തെ ടാർഗറ്റിലേക്ക് എത്തുന്നുണ്ട്. പ്രീവിയസ് ആയിട്ടുള്ള റെഡ് ക്യാൻഡലിൻ്റെ ഹൈ ആണ് ആദ്യത്തെ ടാർഗറ്റ്. ഒരു 10-300 രൂപ വെറുതെ പോയി. നമ്മളിടക്ക് സ്ട്രൈക്ക് ഒന്ന് മാറാൻ നോക്കി. 154 ആദ്യത്തെ ട്രിഗർ. 154 ബ്രേക്ക് ചെയ്താൽ പിന്നെ 170, ഫൈനല് 187. ഒരു മോർണിംഗ് സ്റ്റാർ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നെക്സ്റ്റ് ക്യാൻഡിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ RSI ക്രോസ് ഓവർ ആവുന്നവരെ നമുക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 1200 കാണിക്കണം. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എൻട്രി എടുത്തത് 127. 30 പോയിന്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു 10-400 രൂപ കൂടെ കിട്ടേണ്ടതാണ്. അതിനിടക്ക് നമ്മൾ സ്ട്രൈക്ക് ഒന്ന് മാറ്റാൻ തീരുമാനിച്ചുകൊണ്ടാണ് ഇവിടം വരെ എത്തിയത്. അപ്പോൾ ഫസ്റ്റ് ട്രിഗർ 154 154 ബ്രേക്ക് ചെയ്താൽ പിന്നെ 187. ഈ ക്യാൻഡിലൊന്നും നിങ്ങൾക്കിത് അറിയാൻ പറ്റില്ല, ഹിഡൻ റെസിസ്റ്റൻ്റ് എവിടെയാണ്. അല്ലെങ്കിൽ നമുക്ക് SMA നല്ലൊരു ട്രിഗർ പോയിന്റ് ആയിട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ 1995 ലോയും ലെവലും ഹൈയും ഒക്കെ കഴിഞ്ഞ് ഇനിയുള്ള ട്രിഗർ പ്രൈസ് 170 ആണ്. 170 ബ്രേക്ക് ചെയ്താൽ പിന്നെ 187 SMA ആയിരിക്കും അടുത്ത ലെവല്. അപ്പം നമ്മുടെ 170 എന്നുള്ള ടാർഗറ്റും ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 175 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ SMA വരെ മുട്ടിയിട്ട് മാക്സിമം കയറ്റി ട്രെയിൽ ചെയ്യുക. ഓക്കെ, SMA മുട്ടുന്നുണ്ട് 183.
ഏകദേശം 187 നല്ലൊരു റേഞ്ചാണ്. എന്തുകൊണ്ട് ഇവിടെ റിജക്ഷൻ ആയി എന്നുള്ളത് 270 ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അവിടെ ഒരു റിജക്ഷൻ വന്നത്. അപ്പം ഞാൻ അവിടെ നിന്ന് താഴത്തോട്ടൊരു വിക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാലും 181 6 പോയിൻറ്റിൻ്റെ വ്യത്യാസമുള്ളൂ. കിട്ടിയതിൽ നമ്മൾ ഹാപ്പി. ചില സമയത്ത് ഒരു 5-6 പോയിൻ്റൊക്കെ വ്യത്യാസം വരും, എന്നാൽ അതും കൂടെ കിട്ടട്ടെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിപാടി ആവശ്യത്തിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി കിട്ടിക്കഴിയുമ്പോൾ നമുക്കവിടെ വേണമെങ്കിൽ ഒന്ന് വൈൻഡപ്പ് ആവാം. കാരണം 270 പി ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ആ സപ്പോർട്ട് എടുത്തത് കൊണ്ടാണ് അവിടെ ഞാൻ സേഫ് ആക്കിയത്. ഇപ്പോൾ 2 ലോട്ട്, ഞാനിപ്പോൾ സിംഗിൾ ലോട്ടാണ്. അപ്പോൾ അവിടെ ഡബിൾ ലോട്ടാണെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ 270 ഒരു സേഫ് സോൺ ആകുമ്പോൾ നമുക്ക് അവിടെ എക്സിറ്റ് ചെയ്യാം. കാരണം അടുത്ത ക്യാൻഡിൽ ഓൺ ആകുമ്പോൾ ചിലപ്പോൾ 187 താഴെ ആയിരിക്കും SMA നിൽക്കുന്നത്. മുട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. 262 ഒരു സപ്പോർട്ട് നിൽപ്പുണ്ട്. പക്ഷെ എനിക്കത്ര മതി, കാരണം ചെറിയൊരു ബഫർ സോൺ ഇപ്പോഴും ഞാൻ കീപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ പൊതുവേ നമ്മൾ വ്യൂ പറയുമ്പോഴത്തേക്കും 187 ഓൾമോസ്റ്റ് SMA ചാൻസ് ഉള്ളതാണ്. 187 ആയി മുട്ടാനായിട്ടുള്ള ചാൻസ് ഉള്ളതാണ്. പക്ഷെ നമുക്ക് സിംഗിൾ ലോട്ടിൽ ആവശ്യത്തിന് പ്രോഫിറ്റ് ആയപ്പോൾ നമ്മളത് എക്സിറ്റ് ആയി എന്ന് മാത്രമേ ഉള്ളൂ. അതെന്ന് വെച്ചാൽ നമുക്ക് ഗ്രീഡി ഇല്ല എന്നാണ് അതിനർത്ഥം. ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് അതിനർത്ഥം. 3 ദിവസം, ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 3 ദിവസം വെയിലും മഴയും കൊണ്ട് കിട്ടുന്ന കാശാണ് 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പം അത് നമ്മൾ ദൈവത്തിനോട് നന്ദി പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 270 സപ്പോർട്ട് എടുത്തത് കൊണ്ടാണ് ഞാനത് ക്വിറ്റ് ചെയ്തത്. നെക്സ്റ്റ് ക്യാനിൽ ചിലപ്പോൾ അവിടെ നിന്നൊരു ബ്രേക്കൗട്ട് താഴത്തേക്ക് കിട്ടിയാൽ മാർക്കറ്റ് 262 വരെ വരുമെന്നും ഇത് SMA മുട്ടുമെന്നും നമുക്കറിയാം. 187 ഇരുന്നത് 184 ഒന്ന് താന്നിട്ടുണ്ട്. അപ്പോൾ 183 187 മുട്ടും എന്നുള്ളതൊക്കെ നമുക്കറിയാം. RSI ക്രോസ് ഓവർ ആവണ വരെ ഇത് ഹോൾഡ് ചെയ്താൽ ഇനിയിപ്പോൾ അവിടെ നിന്നൊരു ബ്രേക്കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ 226 വരെ വരുമെന്ന് അറിയാം. പക്ഷെ നമ്മളങ്ങനെ എപ്പോഴും ഒരു സേഫ് സോൺ കളിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനും ഇല്ല, കാര്യങ്ങളുമില്ല. കാരണം ഈ റെഡിലൊക്കെ വെറുതെ നമ്മൾ പാനിക്കായി പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം 270 റിജക്ഷൻ ആയതുകൊണ്ടാണ് നമ്മളിവിടെ എക്സിറ്റ് ചെയ്തത്. ഇനി കറങ്ങിത്തിരിഞ്ഞത് മുകളിലോട്ട് വരണം. അപ്പോൾ ആ സമയത്ത് താഴത്തോട്ട് പോവുമോ എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ആലോചിക്കേണ്ട കാര്യം. മനസ്സിൽ നമ്മളെ കൊണ്ട് തോന്നി, എൻ്റെ മനസ്സിൽ തോന്നി ഇവിടെ സേഫ് ആക്കിക്കോ എന്താ എൻ്റെ മനസ്സിൽ തോന്നി, ഞാനവിടെ സേഫാക്കി. അവിടെ മനസ്സിൽ തോന്നിയ ആ ഒരു തീരുമാനം അറ്റ് എ ടൈമിൽ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തു. അതേപോലെ എൻട്രി എടുത്ത സ്ഥലം എൻട്രി എടുക്കണമെന്ന് തോന്നി, അവിടെ എൻട്രി എടുത്തു. അവിടെ ഞാൻ രണ്ടാമത് അതിനെ വിശകലനം ചെയ്യാനോ റീതിങ്ക് ചെയ്യാനോ ഒന്നും ഞാൻ പോയില്ല. അവിടെ അങ്ങ് എൻട്രി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് എൻ്റെ രീതി. ആദ്യത്തെ റെസ്പെക്റ്റാണ് 270 കൊടുത്തിരിക്കണേ. വൺസ് അഗൈൻ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 262 മാർക്കറ്റ് ഡൗൺ ആവും, SMA മുട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന മെജോറിറ്റി മാർഗം 2 ലോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 2 ലോട്ട് 1 ലോട്ട് കൊടുക്കുക, ബാക്കി ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റോ ഒരു 140 കയറ്റി വെച്ചിട്ട് അവിടെ കയ്യും കെട്ടിയിരിക്കുക. ഈ RSI മേളിൽ പോയി എപ്പോൾ ക്രോസ് ഓവർ ആവുന്നോ അതുവരെ ഹോൾഡ് ചെയ്യുക. അപ്പം അങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടിയേക്കാവുന്നത് 227 വരെ കിട്ടാം, 203 കിട്ടാം, 203, 229, 237, അതേപോലെ തന്നെ 262 അത്രയും വരെയൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യാം. ഓൾറെഡി SMA ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനി 187 ആണ് നമ്മൾ പറഞ്ഞ അടുത്ത ടാർഗറ്റ് പ്രൈസ്. 187.95 191 ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്. ആ വൈറ്റ് ഡോട്ടിനെ ബേസ് ചെയ്തിട്ടാണ് 191 മാർക്കറ്റ് ടച്ച് ചെയ്തത്. ഇന്നലെയും ഇതേപോലെ സെയിം 190 ഒരു സ്ട്രൈക്ക് 193 കറക്റ്റായിട്ട് ഇന്നലെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 190 ഇന്നലെ നമ്മൾ രാവിലെ ഒരു ട്രേഡ് എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാവിലെ ഏതാണ്ട് ഇതേ സമയത്ത് ഇതേ മൂവ്മെൻറ്റിൽ 190 മാർക്കറ്റ് ടച്ച് ചെയ്തു. അതിനുശേഷം അത് വീണ്ടും താഴത്തോട്ടൊക്കെ പോയിട്ട് തിരിച്ച് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് അത് 300 വരെ ആ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്, ഇന്നലത്തെ മൂവ്മെൻറ്റ് കേട്ടോ. അപ്പോൾ അതേപോലെ ഇന്ന് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയിരുന്ന് കാണാം. അപ്പോൾ ഇന്ന് ചിലപ്പോൾ 337 ആയിരിക്കും വരുന്നത്, പറയാൻ പറ്റില്ല. ഇന്നലെ പിയിലൊരു 100 പോയിൻ്റ് റൈഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇന്ന് സിയിലുണ്ടാവുമോ എന്ന് നോക്കാം. അപ്പോൾ ടാർഗറ്റ് നമ്മൾ 187 പറഞ്ഞു. അവിടെ നിന്ന് എന്ത് ഡീസൻ്റ് ആയിട്ട് മാർക്കറ്റ് ഇറങ്ങണമെന്ന് നോക്കിയേ.
ഇവിടെ 2 മിനിറ്റിൽ SMA ചറപറ സപ്പോർട്ടായിരിക്കും കണ്ടോ. ഞാൻ പറഞ്ഞു തീർന്നതിന് മുമ്പേ കാര്യങ്ങൾ വർക്കൗട്ട് ആയതുകൊണ്ടോ. ഞാൻ പറഞ്ഞത് 5 മിനിറ്റിൻ്റെ സ്ട്രൈക്ക് മാറ്റിയപ്പോൾ ഞാൻ പറഞ്ഞത് 2 മിനിറ്റിൽ SMA സപ്പോർട്ട് എടുത്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞ്. 150 SMA സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇത് നെക്സ്റ്റ് ക്യാൻഡിൽ 150 താഴത്തോട്ട് വരാതെ തിരിച്ചു മൂവ് ചെയ്താൽ മാർക്കറ്റ് ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ആയിരിക്കും. കുറച്ച് നേരത്തെ 2 മിനിറ്റ് ആക്കേണ്ടതായിരുന്നു. അഞ്ച് മിനിറ്റിൽ ആ ലോ വന്നപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സ്ക്രീൻ മാറ്റിയത്. 2 മിനിറ്റിൽ SMA സപ്പോർട്ടായിരിക്കും. ആ സപ്പോർട്ട് തിരിച്ച് വലിച്ച് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ എഗെയിൻ 187 വന്നാൽ അതും ബ്രേക്ക് ചെയ്ത് വൈകുന്നേരം വരെ വൺ സൈഡ് മാർക്കറ്റ് ആയിരിക്കും. ആവാം. നമ്മളതൊരു പ്ലാൻ എ ആയിട്ട് എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. 15 മിനിറ്റായി. നമ്മുടെ ലൈവ് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് SMA സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അതൊരു ട്രെൻഡ് കണ്ടിന്യൂഷനാണ്. വീണ്ടും മാർക്കറ്റ് എവിടെ നിന്നാണോ ഡൗൺ ആയേ അങ്ങോട്ട് വരാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി 2 മിനിറ്റിൻ്റെ ക്യാൻഡിൽ വെച്ചിട്ട് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നോക്കിയേ 154 നമ്മൾ ഈ ഒരു ഭാഗത്താണ് റിവേഴ്സിന് പ്ലാൻ ചെയ്ത് 63, 73, 83 1500 രൂപ ഈ ഒരു ഒറ്റ മൂവിൽ 2 മിനിറ്റിൻ്റെ ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ട്. റിവേഴ്സാണ്. SMA സപ്പോർട്ട് എടുത്ത് നമ്മളൊന്ന് ഡിലേ ആയിട്ടാണ് കൺവേർട്ട് ചെയ്ത് പറഞ്ഞെങ്കിലും 10-23 പോയിന്റ് റിവേഴ്സ് അതിൽ വീണ്ടും കിട്ടിയിട്ടുണ്ട്. ഈ താഴത്തോട്ട് ഇറങ്ങി അത്രയും പോയിന്റ് റിക്കവർ കിട്ടിയിട്ടുണ്ട്. ഈ ട്രെൻഡ് 187 ഭാഗത്തേക്ക് ഒരു തവണ കൂടെ 187 അല്ല 191 ഭാഗത്തേക്ക് വരുമെന്ന് നോക്കണം. അതും കൂടെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ എൻട്രി എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് ലോക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 180 മാർക്കറ്റ് റിജക്ഷൻ ആയിരിക്കണേ. എഗെയിൻ 180 ബ്രേക്ക് ചെയ്താൽ അടുത്ത ഹൈ ക്ലിയർ ചെയ്യാനായിട്ട് പോകുന്നത് 191 ആണ്. സിയില് മാക്സിമം ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് ബുദ്ധി. കാരണം ഇവിടെ RSI പിയിൽ ക്രോസ് ഓവർ ആവാനായിട്ടുള്ള ചാൻസ് ഒക്കെ കാണുന്നുണ്ട്. കാരണം പ്രീവിയസ് ആയിട്ട് പിയുടെ ഒരു ക്യാൻഡലിൽ ഹൈ ക്ലിയർ ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ 342.95 എന്നുള്ള ഒരു ലെവല് പിയിൽ മുട്ടാനായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് ഇന്ന് മുട്ടണമെന്നില്ല കേട്ടോ. അതുകൊണ്ട് ട്രെയിൽ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ 265 താഴത്തോട്ട് മാർക്കറ്റ് ഫാൾ ആവണം എങ്കിൽ മാത്രമാണ് ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് പോരത്തുള്ളൂ. അല്ലാത്ത പക്ഷം CE 191 ഒരു ട്രിഗർ പ്രൈസ് ഉള്ളത് 191.75. 195.91 മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ട് ആ ക്യാൻഡില് 185-നും 191-നും ഇടയിൽ നിൽക്കണം. ക്യാൻഡില് ക്ലോസിങ് 185-നും 191-നും ഇടയിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയുള്ള അടുത്ത റിജക്ഷൻ സോൺ എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഏകദേശം ആട്ടോ. പിന്നെയുള്ള സോൺ എന്ന് പറയുന്നത് 227, 237 എന്നുള്ള 10 പോയിന്റിൻ്റെ ഒരു ബോക്സാണ് സോൺ. ആ സോണിൽ നിന്നും പിന്നെ മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റ് എന്ന് പറയണത് 259 ആയിരിക്കും. അപ്പോൾ ഈ ഒരു 291.75 എന്നുള്ള ആ ഒരു ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 185 എന്നുള്ള റിജക്ഷൻ പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് മുകളിലോട്ടൊരു സസ്റ്റെയിൻ കിട്ടിയാൽ മാത്രമാണ് CE അപ്പ് മൂവ്മെൻറ്റ് കിട്ടി പോകത്തുള്ളൂ. പിന്നെ RSI മേളിൽ പോയി ക്രോസ് ഓവർ ആവണം. അത് രണ്ടാമത്തെ കേസ്. അത് ക്രോസ് ഓവർ അലർട്ട് കിട്ടി തുടങ്ങുമ്പോൾ മാർക്കറ്റ് ഇവിടെ തന്നെ സ്റ്റേബിളായിട്ട് നിന്നുകൂടായികയില്ല. അപ്പം അടുത്ത 5 മിനിറ്റിൻ്റെ ഒരു 4 ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10:45, 11:30 മാർക്കറ്റ് ഇവിടെ തന്നെ നിൽക്കണം. 11:30 ശേഷം 191-ന് മുകളിലോട്ട് പോകാതിരുന്നാൽ വീണ്ടും മാർക്കറ്റ് റിവേഴ്സ് ആവും. അപ്പോൾ നമ്മൾ
പറഞ്ഞത് RSI ക്രോസ് ഓവറാണ്. മാർക്കറ്റ് ഒരു തവണ കൂടെ 191ലേക്ക് വരും. 191 മാർക്കറ്റ് ബ്രേക്ക് ചെയ്തൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ബോക്സ് 226 ആണ്. ഇപ്പോൾ 207ലാണ് മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത്. ഹൈ വോളിയാണ് മാർക്കറ്റിൽ വരുന്നത്. മാർക്കറ്റ് ഹൈവേയിലാണ് കയറി നിൽക്കുന്നത്. അതിനിടയ്ക്ക് ഇനി ഹിഡൻ എന്തെങ്കിലും റെസിസ്റ്റൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. നിലവിൽ വേറൊന്നും കാണുന്നില്ല. 5 മിനിറ്റിൻ്റെ RSI എപ്പോൾ ക്രോസ് ഓവർ ആവുന്നോ അതുവരെയാണ് നമുക്കുള്ള സ്കോപ്പ്. അതേപോലെ നമ്മൾ 150 അവിടെ നിന്നുള്ള റിവേഴ്സിലാണ് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്തത്. അത് ഓൾറെഡി ഈ റെക്ടാങ്കിൾ ബോക്സിൻ്റെ ലോവർ ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഏത് ഭാഗത്താണ് റിജക്ഷൻ ആവണമെന്ന് നമുക്ക് അഡ്വാൻസ് ആയിട്ട് പറയാൻ പറ്റില്ല. ഒന്നെങ്കിൽ ഈ ബോക്സിൻ്റെ ലോ അല്ലെങ്കിൽ ഹൈ അവിടെയും ബ്രേക്ക് ചെയ്ത 259. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നലെ ഇതേ സമയത്ത് ഇതേപോലെയുള്ള സമയത്താണ് നമ്മൾ ഒരു ട്രേഡ് 190 ഇറങ്ങി, പിന്നെ അത് താഴത്തോട്ട് പോയി, പിന്നെ അവിടെ നിന്ന് നല്ല രീതിയിൽ തിരിച്ച് കയറിയാണ് വന്നത്. അപ്പോൾ പിയിൽ ഈ ഭാഗത്തൊരു കൺസോളിഡേഷൻ സോണുണ്ട്, ഇത്രയും ഭാഗം. അത് ഈ വയലറ്റ് ലൈനിൻ്റെ ബോട്ടവും ഈ ഒരു ക്യാൻഡലിൻ്റെ വിക്കും ഒരേ ലെവലിലാണ് മാച്ച് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ആ സോണിൽ മാർക്കറ്റ് റിജക്ഷൻ ആവുമ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ സോണ് മാർക്കറ്റിൽ റിജക്ഷൻ ആവുന്നത്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് 227 ഓൾമോസ്റ്റ് മാർക്കറ്റിൽ ഹിറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ എൻട്രി നമ്മൾ 140 എടുത്തു. അത് RSI മുകളിലോട്ടാവുന്ന വരെയും 2 ലോട്ടിൽ ഒരു ലോട്ട് എക്സിറ്റ് ആയിട്ട് ബാക്കിയുള്ളത് കോസ്റ്റ് ടു കോസ്റ്റിൻ്റെ പൊക്കത്ത് ട്രെയിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാസീവായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. യെസ്റ്റർഡേ റിപ്പീറ്റേഷൻ വന്നാലെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ കറക്റ്റ് ബോക്സിൻ്റെ ലോവർ ലെവലിൽ ഹിറ്റായി, ഇവിടെ റെക്ടാങ്കിൾ ബോക്സിൽ ഹിറ്റായി. അപ്പോൾ 140 ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 80 പോയിൻറ്റ്, 150 160 എടുത്ത് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 50 പോയിൻറ്റ്. ഏത് വേണമെങ്കിലും നമുക്ക് ക്ലാരിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഈ ട്രെൻഡ് ഇനി റെക്ടാങ്കിൾ ബോക്സും ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 259 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത്. അപ്പോൾ ട്രെയിൽ ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ 229 ആയിട്ടുണ്ട്. അപ്പോൾ ബോക്സ് അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ ബോക്സ് വരച്ചാലും ലൈൻ വരച്ചാലും മാർക്കറ്റ് കയറത്തില്ല. ഇതിൻ്റെ ബേസ് എന്ന് പറയണത് 238 ആണ് ബേസ് എന്ന് പറയണത്. അപ്പോൾ ഇവിടെയും ഒരു പിൻബാർ റെക്ടാങ്കിൾ ബോക്സ് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയെല്ലാം നമ്മുടെ ഭാഗ്യം പോലെയാണ്. ഇനിയുള്ള മൂവ്മെൻറ്റ് ഭാഗ്യത്തിന്മേലുള്ള കളിയാണ്. ഓൾമോസ്റ്റ് നമ്മുടെ സേഫായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഓൾറെഡി നടന്നു കഴിഞ്ഞിട്ടുണ്ട്. 250 ആണ് ഒരു റിജക്ഷൻ. 250 എന്ന് പറയുമ്പോൾ ഒരു നെക്സ്റ്റ് 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ട്രെൻഡ് കണ്ടിന്യൂഷൻ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് 259 പോയി നിൽക്കത്തുള്ളൂ. അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 3:30 ആകുമ്പോൾ 337 വന്ന് നിൽക്കത്തുള്ളൂ. അതൊക്കെ പോകുന്ന വഴി അറിയാനായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ RSIയിൽ ചെറിയൊരു മടക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മടക്ക് കഴിഞ്ഞിട്ട് മാർക്കറ്റ് താഴത്തോട്ട് വരുമ്പോൾ അത് ലോ ആണോ അതോ 250 ആണോ, അത് ഗ്രീനിലേക്ക് കയറുമോ സ്ട്രെയിറ്റ് ആയിട്ട് പോകുമോ എന്നുള്ളതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലുള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. അപ്പം നമുക്ക് ഈ ക്രോസ് ഓവർ തൊട്ട് ഈ ക്രോസ് ഓവർ വരെ ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യാൻ മാത്രമേ നമ്മളെ കൊണ്ട് വിധിച്ചിട്ടുള്ളൂ. അപ്പം അത് ഭംഗിയായിട്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഭംഗിയായിട്ട് പ്രോഫിറ്റബിൾ ആക്കി കിട്ടുന്നതുകൊണ്ട് നമ്മൾ ഈ ഒരു 228 എന്ന റേഞ്ചാണ് നമ്മൾ ഫൈനലായിട്ട് പ്രോഫിറ്റ് ആവാനായിട്ട് നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്ത് വെച്ചത്, 230 വരെ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ആവറേജ് ചെയ്ത സ്ഥലം അല്ലെങ്കിൽ നമ്മൾ ആദ്യം എടുത്തത് 140 ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇടയ്ക്ക് ഇറങ്ങിയത്. രണ്ടാമത്തെ കേസ് ഞാൻ ഇന്നലത്തെ വീഡിയോയിലും മിനിഞ്ഞാന്നത്തെ വീഡിയോയിലും ഇന്ന് രാവിലത്തെ വീഡിയോയിലൊക്കെ പറയുന്നുണ്ട്. 2 ലോട്ടിൽ സേഫ് സോണിൽ ആദ്യം ഇറങ്ങുക, മറ്റേ ലോട്ട് കോസ്റ്റ് ടു കോസ്റ്റിൽ ഹോൾഡ് ചെയ്ത് വെച്ചാൽ ഒന്നെങ്കിൽ ലോട്ടറി ഇല്ലെങ്കിൽ നമുക്ക് അതേ വിധിച്ചിട്ടുള്ളൂ എന്നുള്ളൊരു തീരുമാനം എടുക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിലും ഓൾമോസ്റ്റ് 5000 മേളിൽ പ്രോഫിറ്റബിൾ ആയിട്ട് 228 റിജക്ഷനിൽ നമുക്ക് ഇറങ്ങാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഈ വീഡിയോയും വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. ഇനി
ഇനി ട്രേഡ് ഒന്നും ഇല്ല. ഇനി 2:30 ഒരു ട്രേഡും കൂടെ നോക്കുന്നുള്ളൂ. അത് എടുക്കാനായിട്ടുള്ള ചാൻസസും ഇല്ല. അപ്പോൾ ഇന്ന് റെഡിൽ അല്ല ഗ്രീനിൽ നിർത്തുക. അടുത്ത വർഷം ഫുള്ള് ഗ്രീൻ ആക്കാനായിട്ട് പറ്റത്തില്ല. വർഷാവസാനം PNL ഗ്രീൻ ആക്കാനായിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ കൂടെ കൂടാനോ ഒരു വർഷം ഒരുമിച്ച് യാത്ര ചെയ്യാനോ താല്പര്യമുള്ളവർക്കൊക്കെ വിളിക്കാം, സംസാരിക്കാം. അപ്പോൾ നമ്മൾ കറക്റ്റ് ടാർഗറ്റ് നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ടായി. 2 ടാർഗറ്റ് നമ്മൾ വരച്ചു വെച്ചു. അതിൽ ആദ്യത്തെ ടാർഗറ്റിൽ മാർക്കറ്റ് ഹിറ്റായി, മാർക്കറ്റ് തിരിച്ച് താഴത്തോട്ട് പോരുവാണ്. നമ്മളുടെ ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞത് പ്രകാരം ആർക്കെങ്കിലുമൊക്കെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടോ? ഇതൊക്കെ പറയുന്നത് ശരിയാണോ? ലൈവിൽ പ്രോഫിറ്റ് കിട്ടുമോ എന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടാവാം. എല്ലാവരും സിംഗിൾ ലോട്ടിൽ കളിക്കുന്ന ആൾക്കാരാണ്. അതെ, ഒരു 7892. അത് ഏതിലൊക്കെയാണെന്ന് നോക്കണം കേട്ടോ. പിയിൽ, സിയിൽ, പിയിൽ മാറി മാറി എടുത്തതിൻ്റെ പ്രോഫിറ്റാണ്. പിന്നെ ഒരു 6052, പിന്നെ 9 3 12, 1950, 5512, 1691, പിന്നെ ഒരു 1600. രണ്ടും സെയിം ആണോ? രണ്ടും സെയിം ആണ്. അപ്പോൾ ഇനിയും PNLൻ്റെ ലിസ്റ്റൊക്കെ വരാനായിട്ടുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ നമ്മുടെ ലൈവിലേക്കോ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഈ ഒരു വർഷം 2025 ഫുള്ള് കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്തിട്ട് ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് പോകുന്നൊരു ട്രേഡർ ആവാൻ പറ്റിയേക്കാം. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സ്വാഗതം നേർന്നുകൊണ്ടും നമ്മുടെ ലൈവ് ഗ്രൂപ്പിലേക്ക് ക്ഷണിച്ചുകൊണ്ടും ഈ ഒരു വർഷം എല്ലാവർക്കും നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഡേ, അടുത്ത വർഷം 2025 നല്ലൊരു പ്രോഫിറ്റബിൾ ഇയർ ആവട്ടെ. എല്ലാവർക്കും ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ. പറ്റായികയൊന്നുമില്ല. നമ്മൾ കുറച്ച് ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഏതൊരാൾക്കും ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. എനിവേ, ഓൾ ദി ബെസ്റ്റ്.